ഇപ്പോൾ എത്ര ട്രിപ്പ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ മൂപ്പര് വന്നാലും ഇവിടെ വന്ന് ഇറങ്ങി നമ്മളെ കൊണ്ടുള്ള വിശേഷങ്ങൾ അന്വേഷിച്ചേ പോവുള്ളൂ. അത് ഇന്നേ വരെ ഏത് MLA-മാരും ചെയ്തിട്ടില്ല. ഷാഫി പറമ്പിലിന് കിട്ടുന്നതിനെക്കാട്ടും ഭൂരിപക്ഷത്തിലാണ് മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു വന്നത്. അപ്പോൾ അയാൾക്ക് രാഷ്ട്രീയം നോക്കില്ല, അയാൾ മനുഷ്യന്മാരെ നോക്കണേ, വ്യക്തികളെ നോക്കണ അയാൾ. ഇന്ന ആൾക്ക് ചെയ്യണം എന്നുള്ള മനസ്സിൽ നിന്ന് വരുന്ന ഒരു സഹായം ഉണ്ട്, ഒരു നന്മ. രാജി വെക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ആരോപണം തെളിയണം, വെറുതെ ഒരു ആരോപണം ഉന്നയിച്ചാൽ പോരാലോ. ഇപ്പത്തെ നഷ്ടമാണെന്ന് വിചാരിക്കാനൊന്നുമില്ല. ആരോപണങ്ങൾ ഇപ്പം ഏത് രാഷ്ട്രീയ പാർട്ടികൾക്ക്, ഏത് MLA-മാർക്ക്, ഏത് മന്ത്രിമാർക്കാണ് ഇല്ലാത്തത്. ആരോപണങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് MLA-മാർക്കും മന്ത്രിമാർക്കും അടക്കം വന്നിട്ടുണ്ട്. എന്നിട്ടും ഇതുവരെ രാജിവെച്ചതായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഈ MLA സ്ഥാനം രാജിവെക്കണമെന്ന് നിർബന്ധം പിടിക്കണ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഏത് മന്ത്രിമാർക്കെതിരെ MLA-മാർക്കെതിരെ ആരോപണങ്ങൾ ഇതുപോലെ ഉന്നയിച്ചിട്ടുണ്ട് ഒരുപാട് പേര്. അന്നൊന്നും ഈ രാജി ആരും ആവശ്യപ്പെട്ടിട്ടില്ല, രാജിവെപ്പിച്ചിട്ടുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ നിർബന്ധമായി രാജിവെപ്പിക്കണം എന്ന് ഇപ്പോൾ ആർക്കും ആവശ്യം. പാർട്ടി അതൊരു പെട്ടെന്നുള്ള തീരുമാനം പാർട്ടിക്ക് എടുക്കുക. കാരണം രാഷ്ട്രീയപരമായിട്ട് അവർ ഇപ്പോൾ ചിന്തിക്കുന്നത് ഇലക്ഷൻ വരുന്ന ആ ഒരു സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ്സുകാർ അവർ തീരുമാനിക്കണം. ഇതിപ്പോൾ MLA സ്ഥാനം രാജിവെപ്പിക്കണം എന്നുള്ളതും അവർ തന്നെയല്ലേ തീരുമാനിക്കേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയുന്നിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഒരു കക്ഷിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മളങ്ങനെ വിശ്വസിക്കാൻ പോരാ. രാഷ്ട്രീയത്തിലിപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിനെ എങ്ങനെയും താഴ്ത്തി കെട്ടാന്ന് ഇപ്പോൾ ശ്രീകൃഷ്ണകുമാറിൻ്റെ മേലെ ഇതേപോലെ ആരോപണം വന്നിട്ടില്ല. എപ്പോഴത് ഇതിനു മുമ്പ് ഈ പെൺകുട്ടി എപ്പോഴാണ് ശ്രീകൃഷ്ണകുമാറിൻ്റെ മേലെ ആരോപണം ഉന്നയിച്ചത്? അന്ന് ഇത് പോലീസ് തന്നെ ഈ കേസ് വേണ്ടാന്ന് വെച്ചാണ്, തെളിയിക്കപ്പെട്ടിട്ടില്ല പറഞ്ഞിട്ട്. ഇപ്പോൾ വീണ്ടും അപ്പം അവർ തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് എല്ലാവർക്കെതിരെയും കരുക്കൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഈ MLA സ്ഥാനം രാജിവെക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷാഫി പറമ്പിൽ നല്ലൊരു വ്യക്തിയാണല്ലോ. അദ്ദേഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇന്ന് ഈ മറ്റേ രാഷ്ട്രീയപരമായിട്ടും ജനങ്ങളുടെ ഇടയിലും നല്ലൊരു വ്യക്തിത്വമുള്ള ആളാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുമ്പോൾ ഷാഫി പറമ്പിലിനെ പോലെ പാലക്കാട് ഒരു MLA-യോ ഇനിയിപ്പോൾ വടകരയ്ക്ക് ഒരു MP-യോ കിട്ടാനില്ല. ഷാഫിൻ്റെ പോലുള്ള ഒരു MLA പാലക്കാട് കിട്ടില്ല. എന്താ പറയുക, ഷാഫി പറമ്പ് ചെറുത് വലുതൊന്നുമല്ല, ആരുമില്ല, ചെറുത് വലുതൊന്നുമില്ല. ആരായാലും ശരി ഷാഫി ഇടപെടും. ഇപ്പോൾ എത്ര ട്രിപ്പ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ മൂപ്പര് വന്നാലും ഇവിടെ വന്ന് ഇറങ്ങി നമ്മളെ കൊണ്ടുള്ള വിശേഷങ്ങൾ അന്വേഷിച്ചേ പോവുള്ളൂ. അത് ഇന്നേ വരെ ഏത് MLA-മാരും ചെയ്തിട്ടില്ല. CPM-ൻ്റെ എത്ര MLA-മാർ പോകുന്നുണ്ട്, ചിരിക്കുക പോലും ചെയ്യില്ല, മസിൽ വിടില്ല. ഷാഫി അങ്ങനെയല്ല. ഷാഫി വരണം പറഞ്ഞാൽ വണ്ടി നിർത്തി ഇവിടെ ഇറങ്ങി ഞങ്ങൾ സംസാരിക്കും, ഈ കടയിൽ വന്ന് ചായ കുടിക്കും, എന്തൊക്കെയാണ് ഷാഫി പോവുള്ളൂ. വിശേഷങ്ങൾ നമ്മുടെ എന്താണെന്ന് അറിഞ്ഞിട്ടാണ് ഷാഫി പോവുള്ളൂ. അങ്ങനത്തെ ഒരു MLA പാലക്കാട് കിട്ടാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. രാഷ്ട്രീയം നോക്കാത്ത ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിലിന് ഇന്ന് വരെ ഒരു ആരോപണമില്ല. കാരണം പറഞ്ഞാൽ അതുമാതിരി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടൊരു MLA എന്ന് പറയാം. കാരണം പാലക്കാട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും ഞങ്ങൾക്ക് അത് നഷ്ടപ്പെട്ടു. വടകര MP ആയി പോയതുകൊണ്ട് പിന്നെ പാർട്ടിയുടെ തീരുമാനമാണ്, അതൊന്നും പറയാൻ പറ്റില്ല. അതുമാതിരി ഒരാളെന്ന നിലയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇവിടെ നിർത്തിയത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ ആരോപണങ്ങൾ അവരുണ്ടാക്കി വെക്കുകയാണ്, ഓരോ കഥകൾ ഉണ്ടാക്കുകയാണ്. കാരണം പറഞ്ഞാൽ ഇലക്ഷൻ സമയത്ത് എന്ത് നടന്നോ അത് നടക്കുന്നു. രാഷ്ട്രീയപരമായിട്ട് രാഷ്ട്രീയത്തിലാണെങ്കിലും ജനങ്ങളുടെ ഇടയിലാണെങ്കിലും ഇപ്പോൾ ഹീറോ ഷാഫി പറമ്പിൽ തന്നെയാണ്. ഷാഫി പറമ്പിലിൻ്റെ കഴിവ് കൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും ഭൂരിപക്ഷത്തിൽ. ഷാഫി പറമ്പിലിന് കിട്ടുന്നതിനെക്കാട്ടും ഭൂരിപക്ഷത്തിലാണ് മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു വന്നത്. അത് ഷാഫിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. അപ്പോൾ ഷാഫിനെ കവച്ച് വെക്കാൻ പാലക്കാട് എന്നല്ല, ഇപ്പം ഈ ഇവിടെ കേരള രാഷ്ട്രീയത്തിൽ ഞാൻ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഷാഫി പറമ്പിൽ. ജനങ്ങള് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഷാഫി പറമ്പ്. എന്താ പറയുക, പാർട്ടി നോക്കാത്ത ഒരാളാണ്. ഏത് പാർട്ടിക്കാരനും ഏത് ആൾക്കും രാഷ്ട്രീയം നോക്കില്ല. ഇപ്പോൾ എല്ലാം ഇവിടെ PMOs ഓഫീസിൽ പോകുന്നില്ലേ, കൈ കൊടുക്കുന്നില്ലേ, എല്ലാവരും സഹകരിക്കുന്നില്ലേ. അതാണ് ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിലിൻ്റെ ഒരു MLA ഒരു കേരളത്തിൽ അതുമാതിരി ഒരു MLA ഇല്ല. കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം പറഞ്ഞാൽ സൗഹൃദം ജനങ്ങളോട് എന്താണ്, അതാണ് ഷാഫി പറമ്പിൽ. കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ ജനങ്ങളോട് നന്നായി സഹകരിച്ചിട്ടും ചിരിച്ച് വർത്തമാനം പറഞ്ഞിട്ടും എന്ത് കാര്യങ്ങളുണ്ട് പറഞ്ഞാലും തുറന്ന് പറയാം. ഒരു MLA എന്നുള്ള ആ ഗൗരവമൊന്നും ഇല്ലാത്ത ഒരു ഒറ്റ വ്യക്തി കേരളത്തിൽ
ഷാഫി പറമ്പിലിനോട്, വേറെ ആരും. മൂപ്പറിനെ പോലെ ഒരു MLA കേരളത്തിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ പാലക്കാട്ടിൽ ഭയങ്കര നഷ്ടമാണ്. ഷാഫി പറമ്പ് വടകര പോയത് കുഴപ്പമില്ല. മൂപ്പരിനെ അടുത്തത് പാലക്കാട് നിന്നാൽ നമ്മൾ മൂപ്പരിനെ വിജയിപ്പിക്കും. കാരണം പാലക്കാട് ഷാഫി നിന്നാൽ ഷാഫി തന്നെ ജയിക്കുള്ളൂ. ഇനിയിപ്പോൾ 2ാം പ്രാവശ്യം വേണം പാലക്കാട് വേണമെന്ന് വെച്ച് പറഞ്ഞാൽ പാലക്കാട് ഷാഫി പറമ്പിൽ നിന്ന് പറഞ്ഞാൽ ഒരു സംശയം വേണ്ട, ഷാഫി ജയിക്കും, അത് ഉറപ്പാണ്. എന്ത് ആരോപണങ്ങൾ രാഹുലിൻ്റെ പേര് ഉണ്ടായാലും ശരി, പാലക്കാട് ഷാഫി എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും അറിയില്ല ഷാഫി. കാരണം പറഞ്ഞാൽ വ്യക്തികൾക്കാണല്ലോ. കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ ഒരു ആവശ്യം ഇപ്പോൾ രാഷ്ട്രീയം നോക്കണില്ലല്ലോ ഷാഫി. ഇപ്പോൾ ഒരു ഇയാൾ കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഇയാൾ പിന്നെ കോൺഗ്രസ്സുകാരനാണ്, ഇയാൾ ലീഗുകാരനാണ്, ഇയാൾ BMSകാരനാണ്, ഒന്നും നോക്കുന്നില്ല. പാർട്ടി നോക്കാത്ത ഒരൊറ്റ വ്യക്തിയാണ്. എന്ത് കാര്യങ്ങളുണ്ടോ ഒരു മനുഷ്യന് എന്തൊക്കെയാണ് കാര്യങ്ങൾ. അത് മേലാമുറിയിലെ പച്ചക്കറി മാർക്കറ്റിൽ കംപ്ലീറ്റ് ഷെഡ് ഇറക്കിയത് മൂപ്പരാണ്. MLA സ്ഥാനത്തിലിരുന്നു, MLA ഉള്ള സമയത്ത് മേലാമുറിൻ്റെ അകത്ത്. അപ്പോൾ അയാൾക്ക് രാഷ്ട്രീയം നോക്കില്ല, അയാൾ മനുഷ്യന്മാരെ നോക്കണേ, വ്യക്തികളെ നോക്കണ അയാൾ. ഇന്നത് ഇന്ന ആൾക്ക് ചെയ്യണം എന്നുള്ള മനസ്സിൽ നിന്ന് വരുന്ന ഒരു സഹായം ഉണ്ട്, ഒരു നന്മ, അത് ആ ഷാഫിക്കുള്ളൂ. മറ്റൊരു കോൺഗ്രസ്സുകാരനായിക്കോട്ടെ മറ്റൊരു ഇതായില്ല. പക്ഷേ ഷാഫിനെ പോലെ കേരളത്തിൽ ഒരു MLA ഒരു MP കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് പാലക്കാട്ടുകാർക്ക് വളരെ നഷ്ടമാണ് ഷാഫി ഇവിടുന്ന് പോയത്. നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും അയാളുടെ ചെന്ന് കയറാം, അയാളെ കൊണ്ട് വിഷയങ്ങൾ പറയാം. മറ്റുള്ളവർ MLA നമ്മളെ കാണണം പറഞ്ഞാൽ പിന്നെ നാളെ ആളിവിടെ ഇല്ല എന്നൊക്കെ പറയും. പക്ഷേ മൂപ്പര് ഇല്ലച്ചിലും എവിടെ ഉണ്ടെങ്കിലും ഓഫീസിലിരിക്കാൻ പറയും, 40 വരും പറയും. അതാണ് MLA, അതാണ് ജനപ്രതിനിധി. എതിരെയുള്ള ആരോപണങ്ങൾ തെളിയട്ടെ, തെളിഞ്ഞ ശേഷം രാജിവെക്കണോ എന്ന് രാജിവെപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത് അവരിൻ്റെ പാർട്ടിയാണ് കോൺഗ്രസ്. രാജിവെക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ആരോപണം തെളിയണം, വെറുതെ ഒരു ആരോപണം ഉന്നയിച്ചാൽ പോരാലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയാണെന്നുള്ളത് അവർ തെളിയിക്കട്ടെ. തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് അദ്ദേഹം തന്നെ രാജിവെച്ചോളും. അങ്ങനെ തെളിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ചങ്കൂറ്റം രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് മുമ്പും ഇതുപോലെ പല സംഭവം ഉണ്ടായിട്ട് കുറേ ജയിലിൽ കിടന്ന ആളാണ്. അന്ന് അന്ന് സെക്രട്ടറി സ്ഥാനം പ്രസിഡന്റ് സ്ഥാനം ഉണ്ടായിരുന്ന രാജിവെച്ച ആളാണ്. പിന്നെ ഒരു MLA സ്ഥാനമായ അദ്ദേഹത്തിന് പുതുമയൊന്നുമല്ല. ആരോപണം തെളിയിക്കപ്പെട്ടാൽ ചിലപ്പോൾ അദ്ദേഹം തന്നെ രാജിവെക്കും. കാരണം മിടുക്കനായ ഒരു നേതാവാണ്. അതിനെ ഇല്ലാതാക്കണം, മുളയിൽ നിന്നണം. ചെറിയ പയ്യനല്ലേ, അപ്പോൾ ഭാവിയുണ്ട്. അപ്പോൾ അതിനു വേണ്ടി കരുതിക്കൂട്ടി ചെയ്യുന്ന ഒരു ട്രാപ്പാണ്, കരുനീക്കങ്ങളാണ്. അല്ലാതെ വേറെ ഒന്നുമല്ല. ഇത് ജനങ്ങൾക്കറിയാം. കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ ഞങ്ങളുടെ അറിവിൽ ഇപ്പോൾ 5-6 എത്ര മാസമായി ഇപ്പോൾ നമ്മളിവിടെ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ 8 മാസമായില്ലേ. ഈ 8 മാസത്തിൻ്റെ ഉള്ളിൽ ഇതുവരെ എന്ത് കാര്യങ്ങളുണ്ടോ അതിന് മുന്നിട്ട് നിന്നിട്ട് ഷാഫിൻ്റെ മാതിരി തന്നെ ഇവിടെ എല്ലാവരോടും ഭയങ്കരമായിട്ട് എല്ലാവരോടും സഹകരിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. പെട്ടെന്നൊരു ആരോപണം കേൾക്കുമ്പോൾ നമുക്ക് ഷോക്കായി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.